വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന SHO TD സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. വിചാരണ കോടതി പ്രതിയെ വെറുതെ വിടുകയും അന്വേഷണ ഉദ്യോഗസ്ഥനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ വിമർശനം ഉന്നയിച്ചു. ഇതിന് തൊട്ടു പിന്നാലെയാണ് നടപടി. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, വണ്ടിപ്പെരിയാർ കേസിൽ വന്നിട്ടുള്ള ഗുരുതരമായ വീഴ്ച സംബന്ധിച്ച് ഇന്ന് ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നിരുന്നു നിയമസഭയിൽ. മാത്രമല്ല, വളരെ രൂക്ഷമായ നിലയിലാണ് ഈ വിഷയം പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിച്ചത്. സർക്കാർ ഒത്താശ ചെയ്തുകൊണ്ടാണ് പ്രതിക്ക് ഈ കേസിൽ നിന്ന് ഊരിപ്പോരാൻ കഴിഞ്ഞത് എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിന്റെ കാതൽ. തൊട്ടു പിന്നാലെയാണ് SHOയ്ക്കെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. സഭയിൽ നടന്നത് എന്താണ്? ഇതിനോടനുബന്ധിച്ചാണോ SHOയ്ക്കെതിരെ ഉണ്ടായ നടപടി വന്നിരിക്കുന്നത്? കോപികൃഷ്ണൻ, വണ്ടിപ്പെരിയാർ കേസുമായി ബന്ധപ്പെട്ട ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം കടുത്ത വിമർശനമാണ് സർക്കാരിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും പോലീസിനെതിരെയും ഉന്നയിച്ചത്. സണ്ണി ജോസഫ് MLA ആയിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രമേയ നോട്ടീസിൽ തന്നെ കുറ്റവിമുക്തനാക്കപ്പെട്ട പ്രതിയെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് പോലീസിന്റെയും സർക്കാരിന്റെയും നടപടിയാണെന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു. സണ്ണി ജോസഫ് അക്കാര്യത്തിൽ പറഞ്ഞത് പ്രാഥമിക പരിശോധന അന്വേഷണ നടപടികൾ പോലും അന്വേഷണ ഉദ്യോഗസ്ഥൻ നടത്തിയില്ല. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു സംഭവമാണ്. 6 വയസ്സുകാരിയെ കുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ കേസാണ്. ആ കേസിനെ സർക്കാർ പോലീസും ഇങ്ങനെ ഈ ഗൗരവത്തിലാണോ കാണുന്നത് എന്നുള്ള ഒരു ചോദ്യം, അത് വളരെ ഗൗരവമുള്ള ഒരു ചോദ്യം ഇന്ന് സണ്ണി ജോസഫ് ഉന്നയിച്ചു. അതിനുശേഷം മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി കോടതിയുടെ നിരീക്ഷണത്തിലിരിക്കുന്ന കേസാണ്, അപ്പീൽ പോയിട്ടുണ്ട്, അക്കാര്യത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവമായിരുന്നു. പക്ഷേ സർക്കാർ അപ്പീൽ പോയി. കുറ്റക്കാരായിട്ടുള്ള ആരാണെങ്കിലും അതല്ലെങ്കിൽ പിഴവ് സംഭവിക്കുന്ന ആരെയും സംരക്ഷിക്കില്ല, അവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഇന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ച വളരെ ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങളുണ്ട്. അതിങ്ങനെയായിരുന്നു: അതായത് പാർട്ടിക്കാരനായിട്ടുള്ള ഒരാളെ സംരക്ഷിക്കാൻ സർക്കാർ ഒത്തുകളിച്ചു, തെളിവ് നശിപ്പിക്കാൻ അടക്കം പോലീസ് ഒത്താശ ചെയ്തു കൊടുത്തു, തൊണ്ടി മുതൽ ശേഖരിക്കുന്നതിലടക്കം പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന് കോടതി തന്നെ കുറ്റപ്പെടുത്തൽ നടത്തി. എന്നിട്ടും വിധി വന്ന് ഇത്ര ദിവസമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഒരു ചെറുവിരലണക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എന്ത് രീതിയാണ്? മാത്രമല്ല, ഈ നാട്ടിൽ എങ്ങനെ നീതിവ്യവസ്ഥ പുലരും എന്നുള്ള ചോദ്യം കൂടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് അടിയന്തരമായി വാഴക്കുളം SHO TD സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ വകുപ്പ് തല അന്വേഷണത്തിനും നിലവിൽ ഇപ്പോൾ ആ ഉത്തരവിൽ പരാമർശമുണ്ട്. ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്, കട്ടപ്പന പോക്സോ കോടതി ചില പ്രതികൂലമായിട്ടുള്ള വിമർശനങ്ങൾ നടത്തിയ സാഹചര്യത്തിൽ SHO TD സുനിൽകുമാറിനെ അന്വേഷണ വിധേയമായി ഏതെങ്കിലും വകുപ്പ് അന്വേഷണത്തിനായി മാറ്റി നിർത്തുന്നു, സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അന്വേഷണ ഉത്തരവിൽ തന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എറണാകുളം റൂറൽ SP ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുക എന്നുള്ളതും ആ ഉത്തരവിൽ പറയുന്നുണ്ട്. ഏതായാലും കട്ടപ്പന കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ അതിരൂക്ഷമായ വിമർശനം പല ഘട്ടത്തിൽ പലതരത്തിൽ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് വിധിപ്പകർപ്പിലടക്കം പോലീസ് സ്വീകരിക്കേണ്ട പ്രാഥമിക അന്വേഷണ രീതി പോലും സ്വീകരിച്ചില്ല. മാത്രമല്ല, ഈ പ്രതിയാണ് കുട്ടിയുടെ മൃതദേഹം ഏറ്റുവാങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. കുറ്റവിമുക്തനാക്കപ്പെട്ട പ്രതിയെ ഏതെങ്കിലും തരത്തിൽ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യാൻ തയ്യാറായില്ല തുടങ്ങിയ വീഴ്ചകൾ കേസ് അന്വേഷണത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് കോടതി തന്നെ വിലയിരുത്തിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇതിന് വലിയ ഗൗരവം ലഭിക്കുന്നത്. ഏതായാലും വലിയ വിമർശനങ്ങൾ കേട്ടതിന് ശേഷം സർക്കാർ ഇപ്പോൾ ഈ TD സുനിൽകുമാർ എന്ന് പറയപ്പെടുന്ന വാഴക്കുളം SHOയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനുള്ള മറ്റു നടപടികളാണ് ഇനി നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടത്. ഷഫീദ്, തുടർ നടപടികൾ എന്തായിരിക്കും എന്ന കാര്യം ഷഫീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൗരവത്തോടു കൂടി നമ്മൾ നോക്കിക്കാണുന്നത്. അതേസമയം തന്നെ ഈ കേസിൽ ഇനി അങ്ങോട്ട് സർക്കാരിന്റെ നിലപാട് എന്തായിരിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടുണ്ടോ? ഇക്കാര്യത്തിൽ ഇന്നും പ്രതിപക്ഷം ആവർത്തിച്ച് പറഞ്ഞത് ഗോപികൃഷ്ണൻ, പുനരന്വേഷണം വേണം എന്നുള്ളതാണ്. വണ്ടിപ്പെരിയാർ കേസിൽ പുനരന്വേഷണത്തിന് സർക്കാർ തയ്യാറാകണം എന്നുള്ളതാണ്. അപ്പീൽ കൊടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല. മുഖ്യമന്ത്രി അപ്പീൽ നൽകിയിട്ടുണ്ട് കൃത്യസമയത്ത് എന്നുള്ള ഒരു മറുപടി പറഞ്ഞപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ഒരു സർക്കാർ എന്ന നിലയിൽ അപ്പീൽ മാത്രം ഒതുങ്ങുകയല്ല വേണ്ടത്, മുൻപും സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ പലതരത്തിലുള്ള പുനരന്വേഷണങ്ങൾ നടക്കുകയും കൃത്യമായ കുറ്റവാളികളെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്രയും ഗൗരവമുള്ള സംഭവമായിട്ട് കൂടി എന്തുകൊണ്ട് സർക്കാർ പുനരന്വേഷണം പ്രഖ്യാപിച്ചില്ല എന്നുള്ള ഗൗരവമുള്ള ഒരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് നടത്തി. മാത്രമല്ല, പ്രതിപക്ഷ നേതാവിന്റെ അടക്കം വിമർശനം ഇന്ന് ചെന്ന് കൊണ്ടത് അത് സ്വാഭാവികമായും സർക്കാരിനെ നേരിട്ട് തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം പാർട്ടിക്കാർ എന്ത് ക്രൂര ഹീനകൃത്യം ചെയ്താലും അതിനെ സംരക്ഷിക്കാൻ പോലീസും സർക്കാരും ശ്രമിക്കുന്നു എന്നുള്ള ഒരു വിമർശനം അത് നിയമസഭാ രേഖയിൽ തന്നെ ഉണ്ടാകുന്നത് കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ നാണക്കേടും തലവേദനയും ഒക്കെ ഉണ്ടാക്കും. ആ സാഹചര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഇതിന് അടിയന്തര നടപടിയിലേക്ക് കടക്കുമ്പോഴും സ്വാഭാവികമായും ഈ അപ്പീൽ അത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ അപ്പീൽ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ പുനരന്വേഷണ സാധ്യതകൾ, മാത്രവുമല്ല ഏതെങ്കിലും തരത്തിൽ ഹൈക്കോടതി ഇനി ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സാധ്യത ആരായുമ്പോൾ സർക്കാരിന്റെ നിലപാടടക്കമുള്ള കാര്യങ്ങൾ അത് നിർണായകമാകും. അതേസമയം
ഈ TD സുനിൽകുമാറിനെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചു എന്ന് കണ്ടെത്തിയാൽ, ഇന്ന് പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിക്കുമ്പോൾ എടുത്തു പറഞ്ഞൊരു കാര്യം, TD സുനിൽകുമാറിനെതിരെ മുൻപും ഇതേ രീതിയിലുള്ള ചില ആക്ഷേപങ്ങളുണ്ട്, അതടക്കമുള്ള കാര്യം സർക്കാരിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ കണ്ടില്ലേ, എന്നിട്ടും ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ സർവീസിൽ തുടരുന്നില്ലേ എന്നുള്ള ചോദ്യം ഉയർത്തി. അതടക്കമുള്ള കാര്യങ്ങൾ ഇനി വരുന്ന നടപടികൾ, അതായത് ഇനി എടുക്കാൻ പോകുന്ന നടപടികൾക്ക് വലിയ തരത്തിലുള്ള കാര്യങ്ങൾക്ക് വഴിവെക്കും. കാരണം അങ്ങനെ ആരോപണ വിധേയനായ ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനൊരു കേസ് അന്വേഷണം ഏൽപ്പിക്കുന്നു, അതിൽ കോടതിയിൽ കുറ്റപത്രം കൊടുക്കുന്നു, കോടതി പ്രതിയെ കുറ്റവിമുക്തനാക്കുന്നതിനപ്പുറത്തേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥനെ കാര്യമായി വിമർശിക്കുന്നു. ഇതടക്കമുള്ള സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇയാൾക്കെതിരെ ഇനി സർക്കാർ എടുക്കാൻ പോകുന്ന നടപടി നിർണായകമാകും. ഗോപികൃഷ്ണൻ, വണ്ടിപ്പെരിയാർ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. SHO TD സുനിൽകുമാറാണ് സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഈ വിഷയം സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം രൂക്ഷമായ വിമർശനം സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ SHOയ്ക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ആദായ നികുതി ഘടനയിൽ മാറ്റമില്ലാതെ ഇടക്കാല ബജറ്റ്. കാര്യമായ പ്രഖ്യാപനങ്ങളോ നികുതി നിർദ്ദേശങ്ങളോ ഇല്ലാതെ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ്. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യപ്രഖ്യാപനത്തോടെയായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണം. 10 വർഷത്തിനിടെ രാജ്യത്ത് പട്ടിണി കുറഞ്ഞെന്നും വികസന പദ്ധതികൾ ഗ്രാമീണ തലത്തിലേക്ക് എത്തിയെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവകാശപ്പെട്ടു. ജൂലൈയിൽ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാനാകുമെന്ന ആത്മവിശ്വാസവും ധനമന്ത്രി പ്രകടിപ്പിച്ചു. Honorable Speaker, I present the interim budget for 24-25. ആറാമത്തെ ബഡ്ജറ്റ് പ്രസംഗം പൂർത്തിയാക്കാൻ കേവലം 58 മിനിറ്റ് മാത്രമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന് വേണ്ടി വന്നത്. ഗവൺമെന്റിന്റെ മൂലധന ചെലവ് GDPയുടെ 3.4%മായ 11.1 ലക്ഷം കോടിയായി ഇടക്കാല ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു. അടുത്ത വർഷം മൊത്തം 14.1 ലക്ഷം കോടി രൂപയുടെ കടം സർക്കാർ എടുക്കും. ഈ വർഷം ധനക്കമ്മി GDPയുടെ 5.9 ലക്ഷ്യമിട്ടതെങ്കിൽ 5.8 പിടിച്ചു നിർത്തി. ഇത് അടുത്ത വർഷം 5.1 2025-26 4.5 കുറയും. 2047 വികസിത ഭാരതമാണ് ലക്ഷ്യം. 25 കോടി ജനങ്ങൾക്ക് ദാരിദ്ര്യമുക്തി നൽകി. ഭക്ഷണത്തെക്കുറിച്ചുള്ള ആശങ്ക ഇപ്പോൾ രാജ്യത്തില്ലെന്നും ധനമന്ത്രി അവകാശപ്പെട്ടു. The worries about food have been eliminated through free ration for 80 crore people. Minimum support prices for the produce of Annadata are periodically increased appropriately. These and the provision of basic necessities have enhanced real income in the rural areas. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 5 വർഷം കൊണ്ട് 2 കോടി വീടുകൾ അനുവദിക്കും. വീടുകളിലെ സോളാർ പദ്ധതിയിലൂടെ 1 കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം 300 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായി ലഭ്യമാക്കും. ആയുഷ്മാൻ ഭാരതിന് കീഴിലുള്ള ആരോഗ്യ പരിരക്ഷയ്ക്ക് ഇനി എല്ലാ ആശാപ്രവർത്തകർക്കും എല്ലാ അംഗൻവാടി ജീവനക്കാർക്കും അർഹത. പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിക്ക് കീഴിൽ 3 പ്രധാന സാമ്പത്തിക ഇടനാഴികൾ സ്ഥാപിക്കും. MSMEകളുടെ വളർച്ചയ്ക്കും ആഗോളതലത്തിൽ വിപണി പിടിക്കാനും പുതിയ ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റുകൾ. ക്ഷീരകർഷകർക്ക് ക്ഷേമ പദ്ധതി, മത്സ്യസമ്പത്ത് പദ്ധതി വിപുലമാക്കും. ഇങ്ങനെ നീളുന്നു ഇടക്കാല ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ. ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ പ്രവൃത്തിപഥത്തിലെത്തിക്കാൻ ഈ സർക്കാരിനുള്ളത് ചുരുങ്ങിയ സമയമാണ്. ഈ സമയത്തിനുള്ളിൽ ആ കാര്യം എത്ര ഫലപ്രദമായി നിർവഹിക്കുന്നു എന്നതാകും ഈ ബഡ്ജറ്റിന്റെ രാഷ്ട്രീയ വിജയം. ഡൽഹിയിൽ നിന്ന് R. രാധാകൃഷ്ണൻ, 24. ബജറ്റ് പ്രഖ്യാപനത്തിന്റെ കൂടുതൽ വിശകലനങ്ങളുമായി R. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആർക്കെ, സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു ഈ ബജറ്റിൽ. ആ നിലയ്ക്കൊരു പ്രഖ്യാപനം ഒന്നും ഈ ബജറ്റിൽ കണ്ടില്ല. ഇത് സൂചിപ്പിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ BJPക്ക് ഒരു അമിത ആത്മവിശ്വാസമുണ്ട്, കാരണം ബജറ്റിൽ വൻ പ്രഖ്യാപനങ്ങൾ നടത്തി സ്വാധീനമുണ്ടാക്കേണ്ട കാര്യമില്ല എന്നാണോ? ഗോപി, ഇക്കാര്യം നമ്മൾ BJP നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് രാഷ്ട്രീയമായി കൈക്കൊണ്ട തീരുമാനമാണ് ഈ വിധത്തിൽ ഏതെങ്കിലും ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച് ബഡ്ജറ്റിലെ ഉൾപ്പെടുത്തുക എന്നുള്ളത്. തെരഞ്ഞെടുപ്പിനെ ആ പ്രകാരം നേരിടേണ്ട ഒരു ആവശ്യമില്ല എന്ന വിലയിരുത്തൽ BJP നടത്തിയിട്ടുണ്ട് എന്നവർ പറയുന്നു. കാരണം ഈ ഫ്രീ ബീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ ഫ്രീ ബീസുകൾ വേണ്ട എന്ന രീതിയിലാണ് സുപ്രീം കോടതിയിൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സൗജന്യം പ്രഖ്യാപിച്ചുകൊണ്ട് നേരിടേണ്ട സാഹചര്യം രാജ്യത്ത് ഇല്ലെന്ന് അവർ പറയുന്നു. അടിസ്ഥാന മേഖലയിലടക്കം ഉണ്ടാക്കിയ വികസനങ്ങൾ രാജ്യത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷങ്ങളായി രാജ്യത്തെ ജനങ്ങൾക്ക് കൂടുതൽ സ്വയം പര്യാപ്തമാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ സമ്പദ്
സമ്പദ്ഘടന ബലപ്പെടുത്തുക, തൊഴിൽ മേഖല ശക്തിപ്പെടുത്തുക, കാർഷിക മേഖല കൂടുതൽ സമൃദ്ധമാക്കുക, ഇതൊക്കെയാണ് ലക്ഷ്യമിടേണ്ടത് എന്ന ഒരു നയം തങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. ഒപ്പം ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽ അത്തരത്തിൽ ഒരു സമ്മർദ്ദം ഉണ്ടാക്കാനും അതുവഴി സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഭരണപക്ഷം അവകാശപ്പെടുന്നത്. പക്ഷേ നമുക്ക് ആ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരു വോട്ട് ഓൺ അക്കൗണ്ടിൻ്റെ സ്വഭാവത്തിലുള്ള ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ ഇടക്കാല ബഡ്ജറ്റായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം അതിൽ ചില പ്രഖ്യാപനങ്ങൾ കൂടി ചേർത്തിരിക്കുന്നു എന്നത് മാത്രമാണ്. ഈ പ്രഖ്യാപനങ്ങളിൽ ചിലത് ആവർത്തിക്കപ്പെട്ട ഒന്നാണ്. അങ്ങനെയാണെങ്കിലും പൊതുവിൽ ഈ ബഡ്ജറ്റ് വിലയിരുത്തുമ്പോൾ ധനക്കമ്മിയുടെ കാര്യത്തിൽ രാജ്യത്തിന് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. അഥവാ അടുത്ത 2 വർഷത്തിനുള്ളിൽ ധനക്കമ്മി 4.5% എത്തിക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു പ്രഖ്യാപനം അത് ഒരുപക്ഷെ സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവ് നൽകിയിട്ടുണ്ട്. അതിനുള്ള ദൃഷ്ടാന്തം ഇന്ന് ഡോളറിൻ്റെ ഈ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ ഉയർന്നു എന്നുള്ളത് തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഓഹരി വിപണിയിൽ അതിന് ആ വിധത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായില്ല എന്നത് ഒരു മറുവശമാണ്. സർക്കാരിനെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് രാജ്യത്തെ ജനവിഭാഗങ്ങൾക്കിടയിൽ വിവരിക്കേണ്ടത് രാജ്യം സുസ്ഥിരമാണ്, സമ്പദ്ഘടന ആവശ്യമായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളും നേരിട്ട് നിൽക്കുകയാണ്, മൂന്നാമത്തെ സമ്പദ്ഘടനയായിട്ട് രാജ്യം മാറാൻ പോകുന്നു, ഈ സന്ദേശം നൽകുക എന്നുള്ളതാണ്. അതിന് യുക്തമാകുന്ന വിധത്തിലുള്ള ഒരു നയസമീപനമാണ് 58 മിനിറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ച ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് അനുമാനിക്കാനായി സാധിക്കുക. ഈ സംസ്ഥാനങ്ങൾ തിരിച്ചിട്ടുള്ള പ്രഖ്യാപനങ്ങൾ അടക്കം ഒഴിവാക്കിയത് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ജൂലൈയിൽ അവതരിപ്പിക്കും എന്നൊരു പ്രഖ്യാപനം കൂടി നടത്തുന്നത് രാഷ്ട്രീയമായിട്ട് നമുക്ക് ഈ ബഡ്ജറ്റിന്റെ സമീപനം എത്രത്തോളം ആണ് എന്നത് വ്യക്തമാക്കി നൽകുന്നതാണ്. ശരി, രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് ഈ ബഡ്ജറ്റിന്റെ തീരുമാനങ്ങളെ, ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങളെ വിശകലനം ചെയ്തത്. വാർത്തയിലേക്ക് വീണ്ടും. കേരളത്തിന് കാര്യമായ പ്രഖ്യാപനങ്ങളില്ലാതെ കേന്ദ്രത്തിന്റെ ഇടക്കാല ബഡ്ജറ്റ്. പലിശരഹിത വായ്പ തുടരും എന്ന ധനമന്ത്രിയുടെ പ്രഖ്യാപനം കേരളത്തിന് നേരിയ ആശ്വാസം പകരും. സിൽവർ ലൈൻ പദ്ധതിക്ക് നിലവിൽ കേരളം താൽപര്യം പ്രകടിപ്പിക്കുന്നില്ല എന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിലെ റെയിൽവേ വികസനത്തിന് 2744 കോടി രൂപ കേന്ദ്രം അനുവദിച്ചു. എയിംസ് ഇത്തവണയും ബജറ്റിൽ ഇടം പിടിച്ചില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഇടക്കാല ബജറ്റിൽ വൻ പ്രഖ്യാപനങ്ങൾ കാണാൻ ഇടയില്ലെന്ന് പാർലമെന്റ് അംഗങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. നിരന്തരമായി ഉന്നയിച്ച പല ആവശ്യങ്ങളും ബജറ്റിൽ ഇടം പിടിച്ചേക്കുമെന്നും കേരളം പ്രതീക്ഷിച്ചു. റെയിൽവേ മേഖലയിൽ കേരളത്തിന് ആശ്വസിക്കാം. UPA ഭരണകാലത്തേക്കാൾ 7 ഇരട്ടി തുക കേന്ദ്രം കേരളത്തിനായി അനുവദിച്ചു നൽകിയെന്ന് റെയിൽവേ മന്ത്രി അറിയിച്ചു. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചോ എന്ന ചോദ്യത്തിന് കേരളമാണിതിന് മറുപടി നൽകേണ്ടതെന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. I don't think state government is pursuing anymore. I didn't see. You have to ask the state government. But your feeling is that കേരളത്തിലെ കാർഷിക തൊഴിൽ മേഖല കേന്ദ്രീകരിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഇടക്കാല ബജറ്റിൽ ഉണ്ടായിരുന്നില്ല. കാലങ്ങളായി നീണ്ടുപോകുന്ന ശബരി റെയിൽ പദ്ധതിയിലും ബജറ്റ് ഇടപെടലില്ല. ഇടക്കാല ബജറ്റ് ആയതുകൊണ്ടാണ് വമ്പൻ പ്രഖ്യാപനങ്ങൾ ഇല്ലാത്തതെന്നാണ് ഭരണപക്ഷത്തിന്റെ വിശദീകരണം. അടുത്ത സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള ജൂലൈയിലെ സമ്പൂർണ്ണ ബജറ്റിലാണ് ഇനി കേരളത്തിന്റെ പ്രതീക്ഷ. ഇടക്കാല ബജറ്റ് ആയിരുന്നിട്ട് കൂടി കേരളം പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കിയത്. എന്നാൽ കേരളത്തിനായി പേരെടുത്തു പറഞ്ഞൊരു പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടായിരുന്നില്ല. അച്യുതൻ, 24, ഡൽഹി. ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകാനുണ്ട്. ബൽറാം, എന്തുകൊണ്ടാണ് ഇടക്കാല ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ പരിശോധിക്കുമ്പോൾ കേരളം തഴയപ്പെട്ടത്? അതോടൊപ്പം തന്നെ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് റെയിൽവേ മന്ത്രിയുടെ മറുപടി എന്തായിരുന്നു? ഗോപികൃഷ്ണൻ, ഈ ബജറ്റിൽ കേരളം ഏറെ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന പദ്ധതികൾ ഒന്നാണ് സിൽവർ ലൈൻ പദ്ധതി. ഒപ്പം തന്നെയാണ് കേരളത്തിനുള്ള എയിംസ് എന്നത്. എന്നാൽ എയിംസുമായി ബന്ധപ്പെട്ട യാതൊരു പ്രഖ്യാപനവും ഉണ്ടായില്ല എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിരാശാജനകമാണ് എന്ന് തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ എല്ലാവരും തന്നെ പ്രതികരിക്കുന്നത്. പ്രത്യേകിച്ചും സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ബജറ്റിന് മുമ്പായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തി കേരളം ഈ ആവശ്യം അറിയിച്ചിരുന്നു. ഒപ്പമാണ് സിൽവർ ലൈൻ പദ്ധതി. കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾക്കുള്ള റെയിൽവേ വിഹിതം സംബന്ധിച്ച് പ്രത്യേകം വിശദീകരിച്ച റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് എന്ന സിൽവർ ലൈൻ പദ്ധതിയുടെ കാര്യത്തിലുള്ള ചോദ്യത്തോട് മറുപടി നൽകിയത് പദ്ധതിക്ക് കേരളത്തിന് ഇപ്പോൾ താല്പര്യമില്ല എന്നാണ് തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. എന്നാൽ അക്കാര്യം ഉപേക്ഷിച്ചോ എന്ന ചോദ്യത്തോട് അദ്ദേഹം പറഞ്ഞത് അത് വിശദീകരിക്കേണ്ടത്, പദ്ധതി ഉപേക്ഷിച്ചോ എന്ന് വിശദീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് എന്നുള്ളതാണ്.
കേരളത്തിനുള്ള ഹൈസ്പീഡ് റെയിൽവേ പദ്ധതി പുതിയതായി എന്തെങ്കിലും കേരളത്തിനായി നൽകുമോ എന്ന ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചത്, നിലവിൽ ട്രാക്കുകളിലെ വളവുകൾ തീർത്താൽ തന്നെ വന്ദേ ഭാരതിന് അതിന്റെ പൂർണ്ണ വേഗതയിൽ സർവീസ് നടത്താൻ കഴിയും, അത് തന്നെ കേരളത്തിന് പര്യാപ്തമാകും എന്നുള്ള മറുപടിയാണ്. സിൽവർ ലൈൻ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഉപേക്ഷിച്ച മട്ടാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ റെയിൽവേ മന്ത്രിയുടെ പ്രതികരണം എന്നുള്ളത്. മറ്റ് പല പദ്ധതികൾ, പ്രത്യേകിച്ച് ഭക്ഷ്യവിഹിതം അടക്കമുള്ള പദ്ധതികൾ സംബന്ധിച്ച് കേരളം ഏറെ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. മുൻപ് ബജറ്റിന് മുൻപായി തന്നെ അപേക്ഷകൾ നൽകിയിരുന്നെങ്കിലും ഇതൊന്നും തന്നെ പ്രത്യേകമായ യാതൊരു തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഈ ബജറ്റിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. അതേസമയം ഇന്ത്യൻ സാമ്പത്തിക ഘടനയെ മുന്നോട്ട് നയിക്കാനുള്ള യാതൊന്നും തന്നെ ഈ ബജറ്റിൽ ഇല്ല എന്ന പ്രതികരണമാണ് സംസ്ഥാന ധനമന്ത്രി അടക്കമുള്ളവർ നടത്തിയിരിക്കുന്നത്. ഇത് ഒരു ഇടക്കാല ബജറ്റ് ആയതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനം തിരിച്ചുള്ള പ്രത്യേക വിഹിതമില്ലാത്തത് എന്നും, എന്നാൽ ഈ പലിശരഹിത വായ്പ ഒപ്പം തന്നെ ടൂറിസം വികസനത്തിനായുള്ള നീക്കിവെപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളമടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രയോജനപ്പെടുത്താം എന്നുള്ള ഒരു പ്രതികരണമാണ് കേന്ദ്രത്തിന്റെ നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അങ്കമാലി ശബരിമല റെയിൽപാതയ്ക്ക് കേന്ദ്ര ബജറ്റിൽ 100 കോടി രൂപ വകയിരുത്തി. സ്ഥലമേറ്റെടുക്കൽ, പാലം നിർമ്മാണം, ട്രാക്ക് നിർമ്മാണം എന്നിവ വേഗത്തിലാക്കാനാണ് തുക. സ്ഥലമേറ്റെടുക്കുന്നതിലെ തടസ്സമാണ് പദ്ധതി വൈകാൻ കാരണമെന്ന് റെയിൽവേ ചൂണ്ടിക്കാട്ടി. രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. രാഹുൽ, ഈ അങ്കമാലി ശബരി റെയിൽപാതയ്ക്ക് കേന്ദ്ര ബജറ്റിൽ ഇപ്പോൾ 100 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. സ്ഥലം ഏറ്റെടുക്കുന്നതിലെ കാലതാമസം എന്നതാണോ ഈ പദ്ധതിക്ക് തടസ്സമായി റെയിൽവേ പറയുന്നത്? എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? ഗോപി, 2744 കോടി രൂപയാണ് കേരളത്തിലെ ആകെ റെയിൽവേ വികസനത്തിനായി ഈ ബജറ്റിൽ മാറ്റിവെച്ചിട്ടുള്ളത്. അതിൽ അങ്കമാലി മുതൽ അഴുത വരെ ഉൾപ്പെടുന്ന ശബരിപാതയ്ക്കാണ് 100 കോടി രൂപ ഇതിലിപ്പോൾ വകയിരുത്തിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും റെയിൽവേ പറയുന്നത് സ്ഥലം ഏറ്റെടുക്കുന്നതിലെ കാലതാമസമാണ് പദ്ധതി ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങാൻ കാരണമെന്നാണ് പറയുന്നത്. സ്ഥലം ഏറ്റെടുക്കാൻ പലർക്കും നോട്ടീസ് നൽകിയെങ്കിലും അവർ പരാതിയുമായി പോലീസിനെയും ഒപ്പം തന്നെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ സ്ഥലം ഏറ്റെടുക്കാൻ ഇപ്പോഴും കാലതാമസം നേരിടുന്നു. അതിൽ സംസ്ഥാന സർക്കാരിന്റെ കൂടി ഒരു പിന്തുണയും ഇടപെടലും ഉണ്ടാവുകയാണെങ്കിൽ പദ്ധതി വേഗത്തിൽ യാഥാർത്ഥ്യമാകും എന്നാണ് റെയിൽവേ അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതാണ്ട് 116 കിലോമീറ്ററാണ് അങ്കമാലി മുതൽ അഴുത വരെയുള്ള ഈ പാതയിൽ വരുന്നത്. 14 സ്റ്റേഷനുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതിൽ സ്ഥലം ഏറ്റെടുക്കൽ, പാലം നിർമ്മാണം, ട്രാക്ക് നിർമ്മാണം എന്നിവയെല്ലാം ഈ പണം അനുവദിച്ചതിലൂടെ വേഗത്തിലാകും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ റെയിൽവേ മന്ത്രാലയം ഒപ്പം തന്നെ റെയിൽവേ അധികൃതരും പങ്കുവയ്ക്കുന്നത്. ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ പങ്ക്, സംസ്ഥാന സർക്കാർ കൂടുതലായി ഈ വിഷയത്തിൽ ഇടപെടുകയാണെങ്കിൽ ഈ പദ്ധതി എത്രയും പരമാവധി വേഗതയിൽ യാഥാർത്ഥ്യമാക്കുമെന്ന് റെയിൽവേ പറയുന്നു. അതോടൊപ്പം ഈ പദ്ധതി വൈകുകയാണെങ്കിൽ പകരം ചെങ്ങന്നൂരിൽ നിന്നും പമ്പയിലേക്കുള്ള പുതിയൊരു പാത കൂടി തുടങ്ങും, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു പഠനം കൂടി റെയിൽവേയുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ആ പദ്ധതിയിൽ കാലതാമസം ഉണ്ടാകാതെ വരികയാണെങ്കിൽ, അതായത് മറ്റു പ്രശ്നങ്ങൾ ആ പാതയിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ നിലവിലുള്ള അങ്കമാലി അഴുത പാതയേക്കാൾ വേഗതയിൽ ആ പാത യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയും ഇപ്പോൾ റെയിൽവേ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഗോപി. രാഹുൽ സുരേഷാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ജാർഖണ്ഡിൽ നാടകീയ നീക്കങ്ങൾ. ഖനന അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ റാഞ്ചിയിലെ പ്രത്യേക കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഇഡി അറസ്റ്റിനെതിരെ സുപ്രീം കോടതിയിൽ ഹേമന്ത് സോറൻ നൽകിയ ഹർജി നാളെ പരിഗണിക്കും. നിയമസഭാ കക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രിയാകാൻ ചെമ്പൈ സോറനെ തിരഞ്ഞെടുത്തെങ്കിലും ഗവർണർ ഇതുവരെ സർക്കാർ രൂപീകരണത്തിന് ക്ഷണിച്ചിട്ടില്ല. അനിശ്ചിതത്വത്തിനിടെ ചെമ്പൈ സോറൻ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. അഴിമതി കേസിൽ കൂടുതൽ വിവരങ്ങൾ തേടുന്നതിന് കസ്റ്റഡിയിൽ വേണമെന്ന ഇഡിയുടെ ആവശ്യത്തെ തുടർന്നാണ് ഹേമന്ത് സോറനെ ഒരു ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. ഇഡി അറസ്റ്റിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച സോറൻ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഹർജി നാളെ പരിഗണിക്കാമെന്ന് അറിയിച്ചതോടെ ഇതേ വിഷയത്തിൽ ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജി സോറൻ പിൻവലിച്ചു. അറസ്റ്റിൽ പ്രതിഷേധിച്ച വിവിധ ഗോത്രവർഗ സംഘടനകൾ സംസ്ഥാനത്ത് നടത്തുന്ന ബന്ദിനെ തുടർന്ന് കനത്ത സുരക്ഷ പോലീസ് ഏർപ്പെടുത്തി. 2000-ഓളം പോലീസുകാരാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ വിന്യസിച്ചത്. നിയമസഭാ കക്ഷിയോഗം ചേർന്ന പുതിയ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത ചെമ്പൈ സോറന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ വൈകുന്നു. രേഖകൾ പരിശോധിച്ച ശേഷം ക്ഷണം നൽകാമെന്നാണ് ജാർഖണ്ഡ് ഗവർണറുടെ വിശദീകരണം. ജാർഖണ്ഡിൽ BJP ഭരണകക്ഷി MLA-മാരെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നതായും അഭ്യൂഹങ്ങളുണ്ട്. 24 ഡൽഹി.
ജാർഖണ്ഡിൽ പുതിയ മുഖ്യമന്ത്രിയാകാൻ JMM തെരഞ്ഞെടുത്ത ചെമ്പൈ സോറൻ ഗവർണർ CP രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ചെമ്പൈ സോറനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ ഗവർണർ തീരുമാനം എടുത്തിട്ടില്ല ഇതുവരെ. ഖനന അഴിമതി കേസിൽ ED അറസ്റ്റ് ചെയ്ത ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതോടെ സംസ്ഥാനത്ത് ഭരണ പ്രതിസന്ധി തുടരുകയാണ്. ഹേമന്ത് സോറനെ റാഞ്ചിയിലെ പ്രത്യേക കോടതി ഒരു ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അച്യുതൻ, നിയമസഭാ കക്ഷി യോഗത്തിൽ ചെമ്പൈ സോറനെ നേതാവായി തെരഞ്ഞെടുത്തിട്ട് മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് ഗവർണർക്ക് ഉയർത്തുന്ന തടസ്സവാദം എന്താണ്? ഗോപികൃഷ്ണൻ, ഈ ഖനന അഴിമതി കേസുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള സൂചനകളിലാണ് ഈ നിയമസഭാ കക്ഷിയോഗം ചേരുന്നതും അതിൽ ചെമ്പൈ സോറനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതും. ഇന്നലെ സോറന്റെ അറസ്റ്റിന് പിന്നാലെ തന്നെ ചെമ്പൈ സോറനെ മുഖ്യമന്ത്രി ആക്കുവാനായി ആ നിർദ്ദേശം ഗവർണറെ അറിയിച്ചെങ്കിലും ഈ സർക്കാർ രൂപീകരണത്തിനായുള്ള ക്ഷണം അത് ഗവർണർ ഇതുവരെയും നൽകിയിട്ടില്ല. ആ ഒരു കാര്യത്തിൽ, ആ ഒരു തീരുമാനത്തിൽ അനിശ്ചിതത്വം വൈകുന്നു. ഇതിനെ തുടർന്നാണ് ഇന്ന് ചെമ്പൈ സോറൻ ഗവർണറുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടുകയും അദ്ദേഹം അത് അനുവദിച്ചതും. പ്രധാനമായും ഈ കൂടിക്കാഴ്ചയിൽ ഈ MLA-മാരുടെ പിന്തുണ, ഭരണകക്ഷി MLA-മാരുടെ പിന്തുണ അദ്ദേഹം വീഡിയോ കോൾ മുഖാന്തരം ഗവർണറെ ധരിപ്പിക്കുകയുണ്ടായി. എന്തായാലും ഇത് വിശദമായി ഇനി വരുന്ന മണിക്കൂറുകളിൽ ഈ സർക്കാർ രൂപീകരണത്തിന് ഒരു ക്ഷണം ഗവർണർ നൽകുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരും. നിലവിൽ ഈ ചില രേഖകൾ പരിശോധിച്ച ശേഷം മറുപടി നൽകാമെന്നാണ് ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട ഉയർത്തിയിരിക്കുന്ന വാദം. ഒപ്പം തന്നെ ചില രാഷ്ട്രീയ അഭ്യൂഹങ്ങൾ കൂടി സംസ്ഥാനത്ത് ഉടലെടുക്കുകയാണ്. ഈ BJP നിലവിലെ ഭരണകക്ഷി MLA-മാരെ ഒപ്പം നിർത്തുവാനുള്ള നീക്കങ്ങൾ നടത്തുന്നതായും ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. അത്തരം ചില രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി സംസ്ഥാനത്ത് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഒരു സർക്കാർ രൂപീകരണം വേണം എന്ന നിലപാടിലേക്ക് തന്നെയാണ് JMM എത്തിയിരിക്കുന്നത്. അതിന്റെ നീക്കങ്ങളാണ് ഇപ്പോൾ ഓരോ പടിയായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും നിലവിൽ ഈ ഖനന അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹേമന്ത് സോറനെ അത് ED-യുടെ ആവശ്യത്തെ തുടർന്ന് ഇപ്പോൾ പ്രത്യേക കോടതി, റാഞ്ചിയിലെ പ്രത്യേക കോടതി ഒരു ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കായാണ് ED കസ്റ്റഡിയിൽ വിട്ടുതരണമെന്നൊരു ആവശ്യം പ്രത്യേക കോടതിയെ അറിയിച്ചത്. അതിനെ തുടർന്നാണ്. ശരി അച്യുതൻ, ജാർഖണ്ഡിലെ പുതിയ മുഖ്യമന്ത്രിയാകാൻ JMM തെരഞ്ഞെടുത്ത ചെമ്പൈ സോറൻ ഗവർണർ CP രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. പക്ഷേ സോറനെ മുഖ്യമന്ത്രിയാക്കുന്ന കാര്യത്തിൽ ഗവർണർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. അനിശ്ചിതമായി നീണ്ടുപോവുകയും ഭരണ പ്രതിസന്ധി രൂപപ്പെടുകയും ചെയ്തിരിക്കുന്നു. ജാർഖണ്ഡിൽ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അച്യുതൻ ഡൽഹിയിൽ നിന്ന്. ഇന്ന് സംഭവിച്ചത് ഇവിടെ പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.